അപ്പം ഞങ്ങൾ ഇന്ന് ചുരമൊക്കെ കയറിയിട്ട് എവിടെയാണ് ഇപ്പം ഗുണ്ടൽപേട്ട് കാട് കഴിയണം. അതിനിപ്പോൾ എങ്ങനെ പോകണമെന്ന് അറിയില്ല. പലരും പറയണ്ട അങ്ങനെ അതിലേക്ക് സൈക്കിളിന് പോകണ്ടെന്ന്. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ. എന്തായാലും ഇവിടെ നിന്ന് പോവാം. ഗുണ്ടലൂർ റൂം അതിൻ്റെ ബാൽക്കണിയാണിട്ടത്. ആ മല കാണുന്നുണ്ടല്ലോ, ആ മലയിൽ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് അതിൽ കൂടി വന്ന് മല ഇറങ്ങി ഞങ്ങൾ ലോഡ്ജിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾക്ക് പോകേണ്ടത് ഏകദേശം ആ ഭാഗത്തേക്കാണ്. മൈസൂർ റൂട്ട്, ഗുണ്ടൽപേട്ട് റൂട്ടൊക്കെ അവിടെയാണത്. ഭയങ്കര തണുപ്പായിരുന്നു ഇവിടെ, നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഗുണ്ടൽപേട്ടിലേക്ക് കാട് കഴിയാൻ വേണ്ടി ബസ്സിൽ കയറ്റി പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല നല്ല സ്ഥലങ്ങൾ ബസ്സിലൊക്കെ പോകണം. അതേമാതിരി ഇന്നലെ ഗോപ്രോയുടെ ബാറ്ററി കഴിഞ്ഞപ്പോൾ കുറേ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ വന്നു, അതും പിടിക്കാൻ പറ്റിയില്ല. ഇന്ന് പലരും കാട്ടിൽ ആനയുണ്ട് അങ്ങനെ പലതും പറഞ്ഞായിരുന്നു. ബസ്സിലും കയറി ഇപ്പോൾ നല്ല സ്ഥലങ്ങളാണ് പോയിക്കൊണ്ടിരിക്കണം. ഇതിൽ ഇവിടെയൊക്കെ ചവിട്ടണ്ടാണ്. മുതുമലൈ ടൈഗർ റിസർവ് ആ കാടാണ് ഇപ്പോൾ. ഒന്നാമത്തെ കാട്. നല്ലൊരു ഫാമിലി, ഒരു ചെറിയ ഫാമിലിനെ ക്യാമറയിൽ കിട്ടിയിട്ട് ഞങ്ങൾക്ക് അത് വളരെ സന്തോഷം. എന്തായാലും
കർണാടകയിൽ വെൽക്കം ചെയ്യാൻ വന്നാണ്. നേരത്തെ ഒരു കൂട്ടം വന്നിരുന്നു ഇവിടെ. കൂട്ടത്തിനൊക്കെ ഇവിടെ ഉള്ളവർ ഓടിച്ച് വേറെ ഇവിടെ വെള്ളം കുടിക്കുന്ന സ്ഥലമുണ്ട് ഇതിനൊക്കെ. അപ്പോൾ എല്ലാം കൂടെ വന്നിരുന്നു. ഉണ്ടോ നോക്കട്ടെ. ഇല്ല, ഇപ്പം കാണില്ല ഒന്നിലും. കേരള റോഡ്, മൈസൂർ റോഡ്. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ മുതുമലൈ കാടും ബന്ദിപ്പൂർ കാടും കവർ ചെയ്തിട്ടാ. ബന്ദിപ്പൂർ കാട് കഴിഞ്ഞ ഉടനെ ഇവിടെ ഇറങ്ങി. ബസ്സുകാരനും പിന്നെ ആ സൈക്കിൾ കയറ്റി തന്ന ആളും നന്നായിട്ടൊന്ന് പറ്റിച്ചിട്ടാൾ. പിന്നെ ഇവിടെ നിന്ന് അല്ല ഗുണ്ടൽപേട്ടിൽ റൂം എടുക്കണം. അതാണ് ഞങ്ങളുടെ പ്ലാൻ. അവിടെ നിന്നുള്ള കാഴ്ചകളായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. ബൈ.